ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. എൻ്റെ പേര് ദിനേഷ് എന്നാണ്. ആരാധനയുള്ള ബന്ധത്തിൽ സങ്കീർത്തനങ്ങൾ 30 അതിൻ്റെ 10, 11, 12 വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 30, 10, 11, 12 വാക്യം. യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എൻ്റെ രക്തം നീ അടിച്ചെന്നെ സന്തോഷമൊടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. വീണ്ടും ഒരു കർത്തൃ ദിവസം കൂടെ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം നമ്മുടെ മുൻപാകെ ഒരുക്കി നൽകി എന്നുള്ളത് ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ സങ്കീർത്തനങ്ങൾ വായിച്ചതുപോലെ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. വിലാപം നമുക്കറിയാം, ഒരു ദുഃഖത്തിന്റെ ഒരു അനുഭവമാണ്. എന്നാൽ നൃത്തം സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രക്തം നീ അഴിച്ച് എന്നെ സന്തോഷം കുടിപ്പിച്ചിരിക്കുന്നു. രക്തം ഒരു ദുഃഖത്തിന്റെ അനുഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ സൗഭാഗ്യം, അല്ലെങ്കിൽ ഈ ലോകത്ത് അനവധി പേർക്ക് അറിയാതെ, അനവധി പേർക്ക് ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ സാധിക്കാതിരിക്കുമ്പോൾ ഈ വലിയവനായ ദൈവത്തെ രുചിച്ചറിയുവാൻ, ഈ ദൈവത്തെ വാസ്തവമായി അറിയുവാൻ, ഈ ജീവിതത്തിൽ യാതൊരുവിധ പ്രത്യാശയുമില്ലാതെ, പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന നമ്മെ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം പ്രതീക്ഷയ്ക്ക് വകയുള്ളവരാക്കി നമ്മെ ആ ജീവനുള്ള ദൈവത്തോട് അടുപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നല്ല, 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ എന്തിനാണ് ദൈവസന്നിധിയുടെ മുൻപാകെ നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്ന ആ പരമപ്രധാനമായ ഉദ്ദേശം എന്താണ് എന്ന് ഈ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇത് ലഭിച്ച വിടുതലിനെ ഓർത്ത് സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് ഇരിക്കുന്നത്. ആ നിലകളിൽ നമുക്കും ദൈവസന്നിധിയുടെ മുൻപാകെ വരുമ്പോൾ കൂരിരുട്ട് നിറഞ്ഞ, അല്ലെങ്കിൽ ഹൃദയത്തിന് ശരിയായ നിലകളിലുള്ള ഒരു വെളിച്ചം ലഭിക്കാതിരുന്ന, അല്ലെങ്കിൽ അന്ധകാരത്തിൽ കിടന്ന ആ നരകത്തിലേക്ക് പോകേണ്ടതായ നമ്മെ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം വിളിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ കൂരിട്ട് മാറ്റി വലിയൊരു പ്രകാശം നമ്മുടെ ഉള്ളിൽ നൽകി എന്നുള്ളത് ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിലെ ജീവനുള്ള ദൈവം നമ്മെ വീണ്ടെടുത്തത്, നമ്മെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ കരുതുന്നത്, നമ്മളോട് കരുണ കാണിക്കുന്നത്, ദയ കാണിക്കുന്നത്? നാം നേരത്തെ കേട്ടതുപോലെ ദൈവത്തിന്റെ മഹാസ്നേഹ നിമിത്തം എന്നാണ് നാം വായിക്കുന്നത്. ഇവിടെ അതിനുള്ള വാക്ക് പറയുന്നുണ്ട്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. അത് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, അത്യുന്നതനായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ഈ അത്ഭുത പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ പകർന്ന് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകർന്നു തന്നിരിക്കുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വാക്യത്തിലുണ്ട്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. അതായത് ദൈവസന്നിധിയുടെ മുൻപാകെ വന്നിരിക്കുമ്പോൾ ആത്മാർത്ഥമായി വീണ്ടെടുത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ നിന്നും, അവന്റെ അകത്താളുകളിൽ നിന്നും ആ സ്തുതി സ്തോത്രങ്ങൾ ഉയരുവാൻ ഇടയായി തീരുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സൗരഭ്യവാസനയോടുകൂടെ ഉള്ള ഒരു ആരാധന ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മൗനമായിരിക്കാതെ ഞാൻ സ്തുതി പാടേണ്ടതിന് തന്നെ. എന്നെ വീണ്ടെടുത്ത, എന്നെ രക്ഷിച്ച, നിത്യ നരകാഗ്നിയിൽ നിന്ന് വിടുവിച്ച് എനിക്ക് സമാധാനവും സ്വസ്ഥതയും പ്രത്യാശയും തന്ന ഈ ദൈവത്തെ ഞാൻ സ്തുതിക്കുവാനായിട്ട് കാരണക്കാരനാണ്, അല്ലെങ്കിൽ എനിക്ക് അടങ്ങിയിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. താഴെ പറയുന്നുണ്ട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, ആ സങ്കീർത്തനക്കാരന് പറയാനായിട്ടുള്ളത് ഇതാണ്. ആ ഒരു കാലത്തിന്റെ പരിമിതികളില്ലാതെ, കാലപരിമിതികൾ വെക്കാതെ എല്ലാ കാലത്തും വാഴ്ത്തുവാനായിട്ട് അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുന്നു എന്ന് പറയുന്നു. അതെ, ഈ ദൈവത്തെ സ്തുതിക്കുവാൻ, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മൗനമായിരിക്കാതെ നമ്മെ രക്ഷിച്ച, നമ്മെ സ്നേഹിച്ച, സ്വന്തം ജീവൻ നിന്ന് നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ അരുമനാഥനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ.